السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله بالهدى ودين الحق أرسله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري، يا مطلب الحاجات خواجة سنجري. يا صاحب المدبور كل حافظي، يا مطلب الحاجات سيم الولي. السلام عليك
زين الأنبياء السلام عليك أتقى الأتقياء السلام عليك أصفى الأصفياء السلام عليك أزكى الأزكياء السلام عليك من رب السماء السلام عليك دام بلا انقضاء السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് ഓൺലൈനിലായി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂടി ഈ മഹത്തായ പരിപാടി വീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ഇബാദത്തായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിൽ തങ്ങളുടെ ജിബാറിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തി ലോകത്തുള്ള സകല വിശ്വാസികളെയും സകല ജനങ്ങളെയും അല്ലാഹു തആല ഈ മഹാമുസീബത്തിൽ നിന്ന്, കൊറോണയിൽ നിന്നും അതുപോലെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി സലാമത്ത് നൽകുമാറാവട്ടെ. നുച്ചിയാട് മഹാനായ മർഹൂം ഇബ്രാഹിം ദാരിമി ഉസ്താദിന്റെ നാമധേയത്തിൽ നടത്തുന്ന മഹത്തായ ഇബ്രാഹിം ദാരിമി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ 1 മുതൽ ആരംഭിച്ച മഹത്തായ നമ്മുടെ മീലാദ് പ്രോഗ്രാം എല്ലാ ദിവസവും ഉസ്താദുമാരുടെ നല്ല നസ്വീഹത്തുകൾ, നല്ല ക്ലാസുകൾ, മദ്ഹകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്തെല്ലാ ഇടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ജൽസകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന് ഒരു കുറവും എവിടെയും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, തങ്ങളോടുള്ള മഹബ്ബത്തിന് ഒരു കുറവും
എവിടെയും ആരും വരുത്തിയിട്ടില്ല. ലോക്ക്ഡൌണും കൊറോണയും പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഓരോ വീടുകൾ ഓരോ സ്ഥാപനങ്ങളായി മാറുന്നതാണ് നാം കാണുന്നത്. ഒരു സ്ഥാപനത്തിൽ, ഒരു മദ്രസയിൽ, ഒരു പള്ളിയിൽ, ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഒക്കെ വീടുകളിൽ വെച്ച് നടത്തുന്നു. സ്വാഗതമുണ്ട്, അധ്യക്ഷനുണ്ട്, പ്രാർത്ഥനയുണ്ട്, മുഖ്യ പ്രഭാഷണമുണ്ട്, കുട്ടികളുടെ മത്സര പരിപാടികളുണ്ട്. എല്ലാ പരിപാടികളും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കുടുംബം നടത്തുകയാണ്. റബീഉൽ അവ്വൽ പരിപാടി ചുരുങ്ങിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ഇല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം, വിശ്വാസ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തും. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ, അങ്ങയുടെ സ്മരണയെ, അങ്ങയുടെ കീർത്തിയെ, അങ്ങയുടെ പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അത് ദൈനംദിനം ഓരോ ദിവസം കഴിയുന്നോറും, ഓരോ വർഷം കഴിയുന്നോറും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ നേരിട്ടാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിനു മാത്രം, തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനു മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മാത്രം ഒരു ശോഷണം സംഭവിക്കില്ല, ഒരു ചുരുക്കവും അതുകൊണ്ട് വരില്ല, ഒന്നും അതുകൊണ്ട് സംഭവിക്കില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്നത്, സുഹൃത്തുക്കളെ, അത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം, ഒരു ഭാഷ, ഒരു ഉപയോഗം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടവരാണ്, അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. ആകയാൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അനുരാഗം, അതിങ്ങനെ വിശ്വാസികൾക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹബീബായ തങ്ങളെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ സ്വലാത്ത് കുറയോ പ്രയാസത്തിലില്ല, ഇല്ല. 1 കോടി സ്വലാത്ത് ചൊല്ലുന്ന ഗ്രൂപ്പുകളിലൊക്കെ 2 കോടിയായി വർദ്ധിച്ചു, 3 കോടിയായി വർദ്ധിച്ചു. നമ്മുടെ വീടുകളിൽ 100 സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മ, 100 സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യ, അവർ 200ഉം 1000ഉം അതിലേറെയും സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റിയിട്ട്, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമർപ്പിച്ചിട്ട്, ആ ഹബീബായ തങ്ങളോട് സഹായം ചോദിച്ചിട്ട്, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട്, ഏറ്റവും നല്ല പ്രതീക്ഷ, ഏറ്റവും നല്ല സന്തോഷം, ഏറ്റവും നല്ല സമ്മാനം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനാണ് സ്വലാത്ത് ചൊല്ലുന്നത്, അതിനാണ് തങ്ങളെ മദ്ഹ് പറയുന്നത്, അതിനാണ് തങ്ങളെ ജീവിതത്തെ പകർത്താൻ വേണ്ടി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ത്വബീബുൻ ലി അംറാലി ഉസ്വാതി ഇദാ ലല്ലാ തഫൂറു വതഗ്ലി ബിൽ അദാബി വതൻഗതു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന്റെ ദോഷങ്ങളെ, രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിവുള്ള ആളാണ്, ഡോക്ടറാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം മാറ്റാൻ കഴിവുള്ള ശാഫിൽ ഇലലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് ആ നിലക്കും എല്ലാ നിലക്കുമുള്ള എല്ലാ പവറും നൽകിയിരിക്കുന്നു. എല്ലാ പ്രയാസങ്ങൾ നീക്കാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷവും സമ്മാനമായി നൽകിയിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏറ്റവും വലിയ മൗലീദ് ചൊല്ലിയത്, ഏറ്റവും വലിയ മദ്ഹ് പറഞ്ഞത് സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല. ഏറ്റവും വലിയ മദ്ഹ് ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു ജല്ല ജലാലു റബ്ബ് തആലയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത്. നബിയേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകല ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല നബിയേ. ഏത് സങ്കടവുമായി വരുന്നവർക്ക് ആശ്വാസമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും വന്നാൽ അഭയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فأزالت بلمسها كل داء أكبرته أطبة وإساء. ഏത് മാരകമായ രോഗമായാലും സങ്കടമായാലും പ്രയാസമായാലും വലിയ രോഗമാണെന്ന് ഡോക്ടർമാരും രോഗികളും കരുതിയ പ്രയാസങ്ങൾ വരെ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിന്റെ ഒരു സ്പർശനം എത്തിയാൽ, തങ്ങളുടെ ഒരു തലോടലിനാൽ നീങ്ങിപ്പോകുന്നത് എത്ര ശാരീരികമായ രോഗങ്ങൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരമാണ്. തങ്ങളുടെ പേരിലുള്ള സ്വലഹത്ത് പരിഹാരമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പരിഹാരമാണ്. ഹബീബായ തങ്ങളതിന് പരിഹാരമാണ്. സുഹൃത്തുക്കളെ, രോഗങ്ങൾ ദുനിയാവിലെ രോഗങ്ങൾ മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത, ഹബീബായ തങ്ങളടുക്കൽ ആവലാതി പറഞ്ഞൊരാള് വന്നാൽ ആ ആവലാതി പറഞ്ഞവന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരു വിഷയം വന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങൾ ഒരിക്കലും ഇല്ല എന്ന വാക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഹബീബായ തങ്ങളടുക്കൽ വന്നൊരാളൊരു വിഷയം ചോദിച്ചാൽ ഹബീബായ തങ്ങൾ ഒരിക്കലും എനിക്കില്ല, കഴിയില്ല എന്ന പേരൊരിക്കലും, ഒരു വാക്കൊരിക്കലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയില്ല. طبيعة جود ركبت في وجوده له في الندى أيد عبائدها البسط. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നാൽ ഉണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയില്ല, മിണ്ടാതിരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അതാണ്. ഇദാ സുഇലൻ ശൈഇൻ ഫഅറാദ അൻ യഫ്അലഹു ഖാല നഅം. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നൊരു വിഷയം പറഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. വൈൻ അറാദ അല്ലാ യഫ്അലഹു സകത്. ചെയ്യാൻ കഴിയുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല, ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ മിണ്ടാതിരിക്കും. വകാന ലാ യഖൂലു ലിശൈഇൻ ലാ. ഹബീബായ തങ്ങൾ ഒരു വിഷയത്തിൽ ഇല്ല എന്ന് പറയൂല, നിരുത്സാഹപ്പെടുത്തൂല, ടെൻഷൻ അടിപ്പിക്കൂല, മടക്കി അയക്കൂല. ആ
ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ദർശനം. സുഹൃത്തുക്കളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏത് ആവശ്യത്തിനൊരാൾ വന്നാലും, ജീവിതകാലത്ത് തങ്ങളെ മുമ്പിൽ ഒരാൾ വന്നാൽ ചോദിക്കുന്നത് ഏത് ഗൗരവമുള്ള വിഷയമാണെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നു. അത് തന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്താണെങ്കിലും പരിശുദ്ധമായ മക്കയിൽ എത്ര സംഭവങ്ങളാണ് മഹാന്മാർ ഉദ്ധരിക്കുന്നത്. ഏറ്റവും വലിയ ശത്രുവല്ലേ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹൽ മക്കയിലെ വലിയ പ്രമാണിയാണ്, വലിയ പോക്കിരിയാണ്. അബൂജഹലിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ആളുകൾക്ക് ധൈര്യം കുറവാണ്. അങ്ങനെ ആരും ഏറ്റുമുട്ടൂല. അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. വലിയ ആജാനുബാഹുവാണ്, ബുദ്ധിമാനാണ്, തന്റേടിയാണ്, എല്ലാ വിഷയത്തിനും ഇറങ്ങുന്ന ആളാണ്. എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലുത് അയാളുടെ സ്വഭാവം ഏറ്റവും മോശമായ സ്വഭാവമാണ്. കൽബാണെങ്കിലോ കറുകറുത്ത കൽബാണ് കേട്ടോ. ദയ എന്ന് പറയുന്ന വിഷയത്തിലില്ല. അയാളെ സംബന്ധിച്ചു പറയുന്നു, അബൂജഹൽ അതാ മക്കയിൽ ഒരു കുട്ടി, യതീം കുട്ടിയുണ്ടായി. ആ യതീം കുട്ടിയുടെ സ്വത്ത് ഈ അബൂജഹലിന് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ആ യതീം കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അബൂജഹലിനെ ഏൽപ്പിച്ചിരുന്നു. ആ കുട്ടിക്ക് പ്രായമായാൽ ആ കുട്ടിയിലേക്ക് ആ സ്വത്ത് തിരിച്ചു കൊടുക്കണമെന്നതാണ് നിയമം. അങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ രക്ഷിതാക്കൾ. മരണത്തിന് മുമ്പ് ഈ കുട്ടിക്ക് ഈ സ്വത്ത് കൊടുത്ത്, കുട്ടിയുടെ സ്വത്ത് അബൂജഹലിനെ ഏൽപ്പിച്ചത്. സുഹൃത്തുക്കളെ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ അബൂജഹൽ അന്നഹു കാന വസിയ്യൻ ലിയതീം, അയാൾ ഒരു യതീമിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ഒരാളായിരുന്നു. സംരക്ഷണം എന്ന് പറഞ്ഞ യതീമിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഏറ്റെടുത്ത ഒരാളായിരുന്നു. ഫജാഅഹു വഹുവ ഉരിയാൻ, ആ കുട്ടി അബൂജഹലിന്റെ അടുക്കലേക്ക് വരികയാണ്. എങ്ങനെയാണ് ആ കുട്ടി വരുന്നത്? വസ്ത്രം പോലും ധരിക്കാനില്ല. ആ കുട്ടി വസ്ത്രം പോലും ധരിക്കാനില്ലാതെ അബൂജഹലിനെ സമീപിക്കുന്നത്. എന്തിനാ വരുന്നത്? യസ്അലുഹു ശൈഅൻ മിമ്മാ ലിനഫ്സി, ആ കുട്ടിയുടെ സ്വന്തം സ്വത്തിൽ നിന്ന്, രക്ഷിതാക്കളി മരണത്തിന് മുമ്പ് ഏൽപ്പിച്ച സ്വത്തിൽ നിന്ന് അബൂജഹലിനോട് അല്പം ചോദിക്കാനാണ്, ആവശ്യത്തിന് ചോദിക്കാനാണ്. ചോദിച്ചപ്പോൾ അബൂജഹൽ കൊടുത്തില്ല. അബൂജഹൽ ആ കുട്ടി ആട്ടി വിടുകയാണ്. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. ഫൈഅസുസ്സബി, ആ കുട്ടി ഇനി അബൂജഹലിന് കിട്ടൂല എന്ന നിലക്ക് ആശമുറിഞ്ഞു. അബൂജഹലിനൊന്നും ലഭിക്കൂല എന്ന നിലക്ക് ആശമുറിഞ്ഞിട്ട് ആ കുട്ടി തിരിച്ചു പോകുമ്പോ മക്കത്തെ പ്രമാണിമാരായ ഖുറൈശികൾ, ആ ഖുറൈശികൾ ഈ കുട്ടി സങ്കടത്തിൽ പോകുന്നത് കണ്ടപ്പോ, വസ്ത്രം ധരിക്കാതെ ഒരു യതീം കുട്ടി കരഞ്ഞ് അബൂജഹലിന്റെ അടുക്കന്ന് പോകുന്നത് കണ്ടപ്പോ, ആ ഖുറൈശിയുടെ പ്രമുഖന്മാർ ഈ കുട്ടിയോട് പറഞ്ഞു, ഖുല്ലി മുഹമ്മദി യശ്ഫഉ ലക്, നീ മുഹമ്മദിനോട് പറയൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് വേണ്ടി അബൂജഹലിന്റെ അടുക്കൽ പോയി മുഹമ്മദ് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും, നീ പോയി പറയൂ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? ഈ കുട്ടിയെ സഹായിക്കാനാണോ? അല്ല, അവര് ഹബീബായ തങ്ങൾ അംഗീകരിക്കാത്തവരാണ്. അബൂജഹലിന്റെ അടുക്കലേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയും കൂട്ടി പോയാൽ അബൂജഹൽ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി വിടുന്നത് കാണാം. അല്ലെങ്കിൽ മുഹമ്മദ് ഈ കുട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഏറ്റെടുക്കൂല. അപ്പൊ ഈ കുട്ടിക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സിന്റെ ഒരു വെറുപ്പ് വരൂലേ? ആ ഉദ്ദേശത്തിലായിരിക്കാം അവര് പറഞ്ഞത്. വകാന ഗർളുഹുൽ ഇസ്തിഹ്സാ, ആ കുട്ടിയോട് അവരത് പറഞ്ഞതാ, കുട്ടിയൊന്ന് പരിഹസിക്കാൻ പറഞ്ഞതാ. പക്ഷേ വലം യഅരിഫുൽ യതീമു ദാലിക്, ആ കുട്ടിക്കത് മനസ്സിലായില്ല, ആ യതീം കുട്ടിക്കത് മനസ്സിലായില്ല. ഫജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടി നേരെ ഹബീബായ തങ്ങളെ അന്വേഷിച്ചു പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞു. വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാന യറുദ്ദു മുഹ്താജാ,
ഹബീബായ തങ്ങളെ സ്വഭാവം, തങ്ങളെ ഒരു ഇടപെടൽ, തന്റെ അടുക്കൽ ആവശ്യവുമായി വന്ന ഒരാളെയും തങ്ങൾ മടക്കൂല, തങ്ങളടുക്കൽ ആവശ്യവുമായി വന്ന ഒരാളെയും തങ്ങൾ തിരിച്ചയക്കൂല. ഉടനെ ഈ കുട്ടിയെയും കൂട്ടി അബൂജഹലിന്റെ അടുക്കലേക്ക് നടന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുട്ടിയെയും കൂട്ടി അങ്ങ് നടന്നു. ഹബീബായ തങ്ങൾ അബൂജഹലിന്റെ അടുക്കലേക്ക് കുട്ടിയും കൊണ്ട് പോകുമ്പോ അബൂജഹലദാ എഴുന്നേറ്റ് ആദരവോടെ സ്വീകരിക്കുന്നു. വിഷയം പറഞ്ഞപ്പോ ഈ കുട്ടിയുടെ സ്വത്തെടുത്തിട്ട് അബൂജഹൽ ഈ കുട്ടിയുടെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ഈ കുട്ടി സന്തോഷത്തോടെ ഹബീബായ തങ്ങളെ കയ്യും പിടിച്ചങ്ങ് വരുമ്പോ എളിഭ്യരായ ഖുറൈശികൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കാൻ കാത്തു നിൽക്കുന്ന ഖുറൈശികൾ അവരബൂജഹലിനെ പരിഹസിച്ചു. അവര് നന്നായി പരിഹസിച്ചുകൊണ്ട് ചോദിക്കാണ്, സബ്ബൂത്ത, ഈ മതം മാറിയോ? എന്തേ നിന്റെ ദേഷ്യവും നിന്റെ ധൈര്യമൊക്കെ അവിടെ പോയി? മുഹമ്മദ് വന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ സ്വത്തെടുത്തു കൊടുത്തല്ലോ, നിന്റെ ധൈര്യം, നീ വല്ല ധൈര്യശാലിയല്ലേ, നിനക്ക് നാണമില്ലേ, നീ മതം മാറിയോ എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോ അബൂജഹല് പറയുന്നില്ല, ഞാൻ അങ്ങനെ മതം മാറിയിട്ടില്ല, വല്ലാഹി മാ സബ്ബൂതു, ഞാൻ മതം മാറിയിട്ടില്ല. ലാകിൻ റഅയ്തു അൻ യമീനിഹി വ അൻ യസാരിഹി ഹിർബത്തുൻ ഖിഫ്തു ഇല്ലം മജിബുഹു യുത്ഇൻഹാ ഫിയാ. മുഹമ്മദ് ആ കുട്ടിയെ കൂട്ടി വരുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തും ഇടത്തും ഒരു കുന്തം ഞാൻ കണ്ടു. ഞാനെങ്ങാനും ആ സ്വത്തെടുത്തു കൊടുത്ത് അദ്ദേഹത്തിന് ഇജാബത്ത് ചെയ്തില്ലെങ്കിൽ അതെന്നിൽ പ്രയോഗിക്കുമായിരുന്നു, അതെന്നിൽ പ്രയോഗിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്, മതം മാറിയതല്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, താൻ പ്രതിസന്ധിയുള്ള സമയത്ത്, താൻ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ഒരാൾ സഹായത്തിന് വന്നാൽ, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്നവർ സഹായത്തിന് വന്നാൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ലാ എന്ന പദം ഉപയോഗിക്കൂല. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പാഠമാണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മാസത്തിൽ നാം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണത്, സംസ്കാരമാണത്. ഒരു വിഷയം കഴിയൂല എന്ന് പറയരുത്. പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യറുദ്ദു മുഹ്താജ, തങ്ങൾ ആവശ്യമായി വന്നവർ ഒരിക്കലും മാട്ടി ഓടിക്കൂല, തിരിച്ചയക്കൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളുടെ ആശ തങ്ങളിലേക്ക് ആശ വെച്ച്, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രതീക്ഷ വെച്ച്, സുഹൃത്തുക്കളെ, സ്വലാത്ത് ചൊല്ലണം, മദ്ഹ് പറയണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ആ ഹബീബായ തങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവിലെ രോഗങ്ങൾ മാത്രമല്ല, കടങ്ങൾ മാത്രമല്ല, ഏതു പ്രശ്നത്തിനും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തങ്ങളുടെ സ്വലാത്ത്, തങ്ങളും മദ്ഹ്, തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തബീബുൻ ലി അംറാദിൽ ഉസാത്തി ഇദാ ലളാ تفوره وتغلي بالعذاب وتنغطوه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽബിൽ രോഗം വന്നുപോയ ആന്തരികമായ രോഗമാണത്, ആത്മീയമായ രോഗമല്ലേ തെറ്റ്, കുറ്റമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ക്യാൻസറിനെ തൊട്ടല്ല കാക്കട്ടെ, കൊറോണയെ തൊട്ടല്ല കാക്കട്ടെ, എല്ലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. എന്നാൽ ഈ വേദനകൾ എത്ര സഹിച്ചാലും എത്ര അനുഭവിച്ചാലും മരണം വരെയുള്ള വേദനയല്ലേ ദുനിയാവിലെ ഏത് വേദനയും. ഏറ്റവും കടുപ്പമുള്ള വേദന, ഏറ്റവും സങ്കടമുള്ള വേദന, അത് ആഖിറത്തിലുള്ള വേദനയല്ലയോ, നരകത്തിലെ സങ്കടമല്ലയോ, ഖിയാമത്ത് നാളിലുള്ള പ്രയാസമല്ലയോ?
ആ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളാണ്, ആ ലോകത്ത് സങ്കടപ്പെടുന്ന വേദന തിന്നുന്ന രോഗങ്ങളാണ്. ഹറാമ് ചെയ്യുമ്പോൾ കൽബിൽ കുടിയിരിക്കുന്ന രോഗം, ആ കൽബിയായ രോഗങ്ങൾക്ക് മുഴുവനും പരിഹാരമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കൊന്ന് പിടിക്കണം, തങ്ങളോട് അവലാദിയൊന്ന് പറയണം, തങ്ങളോട് നമുക്ക് താണുകേട് സങ്കടമൊന്ന് പറയണം. ഇർതഹകബ്തു അലൽ ഖാതാ غير حصير وأعداد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആവലാതി ബോധിപ്പിക്കണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സങ്കടങ്ങളെല്ലാം സമർപ്പിക്കാൻ കഴിയണം. ഇവിടെ മാത്രമല്ല, ഏത് സ്ഥലത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈപിടിക്കുന്നു. ഏത് സ്ഥലത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അഭയം നൽകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ എല്ലാവരും മഹ്ശറയിൽ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളൊരു ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയുന്നു നബിയേ, ഞങ്ങൾക്കിപ്പോൾ അങ്ങയെ സമീപിക്കാൻ കഴിയുന്നു, അങ്ങയുടെ ചുറ്റുഭാഗത്തിരിക്കാൻ കഴിയുന്നു, തങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു നബിയേ. എന്നാൽ ആഖിറത്തിലെത്തിയാൽ അങ്ങ് ഉമ്മത്തിലെ ഏറ്റവും വലിയ ഉമ്മത്തിന്റെ ലീഡറായി, അമ്പിയാക്കളിൽ ശ്രേഷ്ഠരായി, മഖ്ലൂഖിൽ അഫ്ളലായി അങ്ങ് അല്ലാഹുവിന്റെ സാമീപ്യത്തെത്തിയിട്ട് എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുമ്പോ സാധുക്കളായ അനുയായികളായ ഞങ്ങൾ അങ്ങേ തിരയേണ്ടത് എവിടെയാണ് നബിയേ? ഞങ്ങൾ അങ്ങയെ തിരയേണ്ടത് എവിടെയാണ് നബിയേ? ഞങ്ങൾ എവിടെയാണ് അങ്ങയെ പ്രതീക്ഷിക്കേണ്ടത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, സങ്കടപ്പെടണ്ട, നിങ്ങൾ മഹ്ശറയിൽ ഞാൻ നിങ്ങളെ മറക്കൂല. നിങ്ങൾ എന്നെ കാണുന്നില്ല, നിങ്ങൾ എന്നെ അന്വേഷിക്കുകയാണോ? നിങ്ങൾ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എന്നെ അന്വേഷിക്കുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായും അങ്ങേക്ക് ഞാൻ ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു നബിയേ, എല്ലാ അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു നബിയേ, സകല നിഅമത്തുകളും തന്നിരിക്കുന്നു നബിയേ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹൗദുൽ കൗസർ അങ്ങേക്ക് നിശ്ചയമായും നാം തന്നിരിക്കുന്നു നബിയേ. അല്ലാഹു നമുക്കതിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്കത് കുടിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ പറയാണ്, ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ കാത്തു നിൽക്കും. ആ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ അങ്ങേ കാണാതായാലോ നബിയേ? ഹൗദുൽ കൗസറിന്റെ അടുക്കൽ സഹോദരങ്ങളെ, ഒരു 5 ആള് 10 ആള് കൂടുന്ന സദസ്സല്ലല്ലോ, 10 ലക്ഷവും 10 കോടിയും കൂടുന്ന സദസ്സല്ലല്ലോ. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ജിന്നുകളും, എല്ലാ മലക്കുകളും എല്ലാവരും വന്നു. യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മലക്കുകളും വന്നു, എല്ലാ മനുഷ്യരും വന്നു, എല്ലാവരും വന്നു. നരകത്തെയും വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഗൗരവമുള്ള ലോകത്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നബിയേ,
അങ്ങയെ പരതിയിട്ട് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞങ്ങൾ കാണാതായാലോ? സ്വഹാബികളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്ന മീസാന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും, തുലാസിന്റെ അടുക്കൽ നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും. അള്ളാഹു നമ്മുടെ നന്മകൾക്ക് കനം കൂട്ടി തരട്ടെ. അള്ളാഹു നമ്മുടെ തിന്മകളെ മുത്തുനബിയുടെ മദ്ഹിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഉണ്ടാകും. സ്വഹാബികളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ കാണുമ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് സന്തോഷമാണ്, തിന്മ കാണുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഹബീബായ തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അവിടെയും ഞങ്ങൾ കണ്ടില്ലെങ്കിലോ നബിയേ? നമ്മൾ ആലോചിക്കണം, സ്വഹാബികൾക്ക് നമ്മോടുള്ള സ്നേഹം. സ്വഹാബികൾ അവരെ തടിക്ക് വേണ്ടി അല്ല ഈ ചോദ്യം എന്നത് ഉറപ്പല്ലേ? അവര് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ജീവിതത്തിൽ സമർപ്പിച്ചവരാണ്. അവര് ഹബീബായ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം സമർപ്പിച്ചവരാണ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം അവർക്ക് റെഡിയാണ്. അവരെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തവരാണ്. പിന്നെന്തിനാണ് ആ ചോദ്യം? അവർക്ക് അവിടെ പേടിക്കേണ്ടതില്ലല്ലോ. പിന്നെന്തിനാണ് അവരുടെ ചോദ്യം? അവരുടെ അനുയായികളായി അതാ ഖിയാമത്ത് നാൾ വരെ വരുന്ന സാധുക്കളായ നമ്മളില്ലയോ? നമുക്കാണ് ആ ചോദ്യം, നമുക്ക് വേണ്ടിയാണ് ആ സ്വഹാബികളുടെ ചോദ്യം. മീസാന്റെ അടുക്കലും ഞങ്ങൾ അങ്ങയെ കാണുന്നില്ലെങ്കിലോ ഹബീബേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, എന്നാൽ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഞാൻ അവിടെ ഉണ്ടാകും സ്വഹാബാ. അവിടെ നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം, അവിടെ നിങ്ങൾക്ക് കാത്തു നിൽക്കാം, ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിന്റെ വേല വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ഒരു പാലം, നൂലിനേക്കാൾ മുടിയേക്കാൾ നേർന്നതും കൂരാക്കൂരിട്ടുള്ളതും ബ്ലേഡിനേക്കാൾ വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ ഗൗരവമുള്ള ഒരു സ്ഥലം. ചില ആളുകൾ അതിലേക്ക് കയറുമ്പോ കാല് മുറിഞ്ഞ് ജഹന്നമിൽ, ചില ആളുകൾ കാല് വിറച്ച് നരകത്തിൽ വീഴുന്നു. യാ അല്ലാഹ്, വിശ്വാസികൾ അവരെ ഈമാനിന്റെ പവർ അനുസരിച്ച് വളരെ വളരെ കണ്ണു തുറക്കുന്ന വേഗതയിൽ, കാറ്റടിക്കുന്ന വേഗതയിൽ, ഒട്ടകത്തിന്റെ കുതിരയുടെ പല പല വേഗതയിലും ആളുകൾ സഞ്ചരിക്കുമ്പോ സബാനിയാക്കളതാ വെള്ളത്തിലിറങ്ങാൻ മടിക്കുന്ന ആടുകളെ വലിക്കുന്നത് പോലെ, മാടുകളെ വലിക്കുന്നത് പോലെ സബാനിയാക്കൾ വലിക്കുന്നു. ഇന്നലദൈന അങ്കാലം വജഹീമാ. കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ചങ്ങലയിട്ടങ്ങ് വലിക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഹാബികളെ, ഞാൻ ആ സിറാത്തിന്റെ അടുക്കൽ ഉണ്ടാകും. ആരെങ്കിലും കുടുങ്ങിപ്പോകുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ പ്രയാസമുള്ള സമയത്ത്, അമ്പിയാക്കളെല്ലാം പകച്ചു പോകുന്ന സമയത്ത്, സകല നേതൃത്വവും പേടിച്ചു പോകുന്ന സമയത്ത്, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ശഫാഅത്ത് തുടങ്ങിയിട്ട് അവിടെയും നമ്മുടെ കൈപിടിക്കുന്ന മഹാൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ തങ്ങളെ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ദാരിമി ഉസ്താദിന്റെ ദറജ അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ. ഈ കോടാറമ്പ് മഖാമിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ മദദ് അല്ലാഹു നമുക്ക് ചുരിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, നമുക്കെല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. നമ്മുടെ സ്ഥാപനത്തോട് സഹകരിച്ചവർക്ക് അല്ലാഹു ഖൈറും ബറകത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും പരിപാടി നടക്കുന്നുണ്ട്.
ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. സ്ഥാപനത്തിന്റെ സഹകാരികളാകണം, നമ്മുടെ ഉസ്താദുമാർക്കൊക്കെയും സഹായികളാകണം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. സ്ഥാപനത്തിന് സഹായിച്ചവർ ധാരാളമുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. നല്ല സ്നേഹത്തിൽ, നല്ല ഇഷ്ടത്തിൽ, ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ഉന്നതമായ സ്വഭാവം. ആ സ്വഭാവം നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഇന്നമാ ബുഇതു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം. ആ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയുക്തനായതെന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നുച്ചിയാടുള്ള പ്രിയപ്പെട്ട സ്നേഹികളോട്, ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിന്റെ സ്നേഹികളോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നു, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സകല സന്തോഷങ്ങളും നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നവർക്ക് മുഴുവനും നീ ഖൈർ നൽകണം അല്ലാഹ്. കൊടാറമ്പിലും മറ്റു ചുറ്റുഭാഗങ്ങളൊക്കെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കൾ, പഴയങ്ങാടി മറവിട്ട് കിടക്കുന്ന സ്വഹാബികൾ, താബിഈങ്ങൾ, നിലാമുറ്റത്ത് ചുറ്റുഭാഗത്തൊക്കെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങളെ തീർത്തു തരണം അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് സകല സന്തോഷങ്ങളും നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകണം അല്ലാഹ്. എല്ലാ ബറക്കത്തും നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഹബീബായ തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന്